ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് 6 ആയിരുന്നു ഫോളോ ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന ചാപ്റ്ററിന്റെ 7th പാർട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിരുന്നു ഡീൽ ചെയ്തത്. ഇന്ന് നമ്മൾ ഒരു നമ്പർ എങ്ങനെ റൗണ്ടിങ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സോ റൗണ്ടിങ് ഓഫ് അൺസർട്ടൈൻ ഡിജിറ്റ് ഡിറ്റർമൈനിങ് ദ അൺസർട്ടൈനിറ്റി. അപ്പൊ നമുക്ക് ഒരു നമ്പറിനെ റൗണ്ട് ചെയ്യാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു മെഷർമെന്റ്, സപ്പോസ് നമുക്കിപ്പോൾ ഒരു വാല്യൂ കിട്ടി, ഒരു ഫിസിക്കൽ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് 7.32 കിട്ടി. ഇതിനെ 2 ഡിജിറ്റിന് റൗണ്ട് ചെയ്യാൻ പറയും. 2 ഡിജിറ്റിന് റൗണ്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസറിന് 2 ഡിജിറ്റേ വരാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് ഈ 2നെ അങ്ങനെ സ്കിപ്പ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. ഈ 2നെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ 2 ഡിജിറ്റായി മാറും. പക്ഷെ അങ്ങനെ മാറ്റണമെങ്കിൽ നമുക്ക് സർട്ടൻ റൂൾസ് ഉണ്ട്. ഓക്കെ, അതിനാണ് നമ്മൾ റൗണ്ടിങ് ഓഫ് എന്ന് പറയുന്നത്. റൗണ്ടിങ് ഓഫ് റൂൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്പറിനെ ഇഷ്ടമുള്ള അത്ര ഡിജിറ്റിലേക്ക് മാറ്റുക. അതിനാണ് നമ്മൾ റൗണ്ടിങ് ഓഫ് എന്ന് പറയുക. ഓക്കെ, ഇനി നമുക്ക് എന്തെല്ലാമാണ് അതിലുള്ള റൂളുകൾ നോക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, ഒന്ന്, ഇഫ് ദ ഡിജിറ്റ് ടു ബി ഡ്രോപ്ഡ് ഈസ് ലെസ് ദാൻ 5 ദെൻ പ്രിസീഡിങ് ഡിജിറ്റ് ഈസ് ലെഫ്റ്റ് അൺചേഞ്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ 9.83 എന്ന് കിട്ടി. ഓക്കെ, ഇത് 2 ഡിജിറ്റിന് റൗണ്ടിങ് ഓഫ് ചെയ്യാൻ പറഞ്ഞു. സോ റൗണ്ട് ഓഫ് ഫോർ 2 ഡിജിറ്റ്സ്. 2 ഡിജിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ എഴുതുമ്പോൾ ഇതിൽ 2 ഡിജിറ്റ്സേ പാടുള്ളൂ. 2 ഡിജിറ്റ്സ് പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 3യെ നേരിട്ട് അങ്ങോട്ട് സ്കിപ്പ് ചെയ്യല്ല. നമ്മൾ എന്ത് ചെയ്യണം, ഈ 3 എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ഡിജിറ്റ് 3 ആണ് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പോകുന്നത്, എങ്കിലാണ് നമുക്ക് 2 ഡിജിറ്റ് ആയിട്ട് മാറുക. ഇത് 5ൽ കൂടുതലാണോ കുറവാണോ നോക്കണം. 5ൽ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങോട്ട് 1 ആഡ് ചെയ്ത് കൊടുക്കണം. 5ൽ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം 3 എന്ന് പറയുന്നത് 5ൽ കുറവാണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് 9.8 എന്ന് എഴുതാം. ഇനി 5ൽ അടുത്ത റൂൾ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഇപ്പൊ 9.86 ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് 2 ഡിജിറ്റിന് റൗണ്ടിങ് ഓഫ് ചെയ്യുമ്പോൾ 6 ആണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്. ഓക്കെ, 6 റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ 6 എന്ന് പറഞ്ഞ ഡിജിറ്റ് റിമൂവ് ചെയ്യുന്ന ഡിജിറ്റ് ആണ് കേട്ടോ നോക്കേണ്ടത്. റിമൂവ് ചെയ്യുന്ന ഡിജിറ്റ് ഇത് 5ൽ കൂടുതലാണ് 6 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് 1 ആഡ് ചെയ്ത് എഴുതണം. 9.9 എന്നായിരിക്കും ഇതിന്റെ ആൻസർ. ഓക്കെ, അപ്പം അതാണ് ആദ്യത്തെ 2 റൂള്. അപ്പൊ ആദ്യത്തെ 2 റൂള് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ കണ്ടില്ലേ 6.38 ഉണ്ട്. 2 ഡിജിറ്റിന് നമ്മൾ റൗണ്ടിങ് ഓഫ് ചെയ്യുമ്പോൾ 8 ആണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്. 8 എന്ന് പറയുന്നത് 5ൽ കൂടുതലാണ്. സോ നമ്മൾ 1 ഇങ്ങോട്ട് ആഡ് ചെയ്യണം. സോ 6.4. ഓക്കെ, ഇപ്പൊ നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ഡിജിറ്റ് 5ൽ കൂടുതൽ ഗ്രേറ്റർ ദാൻ 5. സോ സ്കിപ്പ് ചെയ്യുന്ന ഡിജിറ്റ് ഗ്രേറ്റർ ദാൻ 5 ആൻഡ് ലെസ് ദാൻ 5, ഇത് രണ്ടും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി 5 വരികയാണെങ്കിൽ എന്താ ചെയ്യാം, അടുത്ത റൂള് നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഡിജിറ്റ് ഡ്രോപ്പ്ഡ് ഈസ് 5, ഡിജിറ്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നത് 5 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് പഠിക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് 14.252 ഇത് 3 ഡിജിറ്റ്സിന് റൗണ്ടിങ് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റൗണ്ട് ഓഫ് ഫോർ 3 ഡിജിറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആൻസറിൽ എത്രയേ വരാൻ പാടുള്ളൂ, 3 ഡിജിറ്റ്സേ വരാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ 3 ഡിജിറ്റ്സ് വരണമെങ്കിൽ നമുക്ക് ഈ ആദ്യത്തെ 3 നമ്പറേ വരാൻ പാടുള്ളൂ ആൻസറിൽ. പക്ഷേ നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ഡിജിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ 5 ആണ്. 5 കഴിഞ്ഞിട്ടുള്ള നമ്പറും 5 ആണ് നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ നമ്പർ 5 ആണെന്ന് മനസ്സിലായി. 5ന് ശേഷം ഒരു നോൺ സീറോ നമ്പർ വരികയാണെങ്കിലും എന്ത് സംഭവിക്കും, 5ന് ശേഷം 0 വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും, ആ 2 കേസുകളാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ 5ന് ശേഷം ഒരു നോൺ സീറോ നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ പിന്നെ ഒന്നും നോക്കണ്ട, ഈ 5 സ്കിപ്പ് ചെയ്യുന്നതോടുകൂടി ഒരു നോൺ സീറോ നമ്പർ 5നെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ 14.3 എന്ന് എഴുതാം.
ഈ 5-ൽ നിന്ന് 1 ഇങ്ങോട്ട് കൊടുക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ അതാണ് നോക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14.252 എന്ന് പറയുന്നത് 5 കഴിഞ്ഞിട്ടൊരു നോൺ സീറോ നമ്പർ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ 5-നെ സ്കിപ്പ് ചെയ്യാം, ബട്ട് ലെഫ്റ്റിലേക്ക് നമ്മൾ ഒരു നമ്പർ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ ഇനി 0 വരുവാണെങ്കിൽ 5 കഴിഞ്ഞിട്ട് 0 ആണ്, 5 കഴിഞ്ഞിട്ട് ഒന്നും ഇല്ല എന്നുള്ളതാണ് 0 കാണിക്കുന്നത്. ഇപ്പോൾ 14.250 എന്ന് പറഞ്ഞാൽ 14.25 ആണ്. ഇതിനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 റൂൾ ഇതിൽ വരും. ഓക്കെ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ 2 കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്. ഒന്ന്, നമുക്ക് 3 ഡിജിറ്റ്സിനാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്, ഇത്രേ വരാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് 5 കഴിഞ്ഞിട്ട് 0 ആണ് വരുന്നത്. ഓക്കെ 5 കഴിഞ്ഞിട്ട് 0 ആണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പിന്നെ ഇങ്ങോട്ട് ചിന്തിക്കണ്ട, നമ്മൾ നേരെ ഇതിൻ്റെ മുമ്പിലുള്ള ഡിജിറ്റ് നോക്കുക. 5ൻ്റെ മുമ്പിലുള്ള ഡിജിറ്റ് ഓഡാണോ ഈവൻ ആണോ നോക്കാം. ഓക്കെ 5ൻ്റെ മുമ്പിലുള്ള ഡിജിറ്റ് ഈവൻ ആണെങ്കിൽ, ഇത് ഈവൻ ആണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഇത് രണ്ടും സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 14.2 ആൻസർ എഴുതാം. പക്ഷേ ഈ ചോദ്യം തന്നെ ഇവിടെ 14.350 ആയിരുന്നെങ്കിൽ നമുക്ക് 3 ഡിജിറ്റിന് റൗണ്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇത്രേ വരാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ 5ൻ്റെ കഴിഞ്ഞിട്ട് 0 ആണ്, അപ്പോൾ അതുകൊണ്ട് 5 കഴിഞ്ഞിട്ട് നോൺ സീറോ ആണെങ്കിൽ നമുക്ക് ഇങ്ങോട്ടൊന്ന് ആഡ് ചെയ്യാമായിരുന്നു. പക്ഷേ അതുകൊണ്ട് നമ്മൾ 5ൻ്റെ മുമ്പിലുള്ള നമ്പർ ഏതാ നോക്കണം. 5ൻ്റെ മുമ്പിലുള്ള നമ്പർ എന്താണ്? ഓഡാണ്. ഓക്കെ ഓഡാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ 1 ആഡ് ചെയ്ത് കൊടുക്കണം. സോ 14 ഈവൻ ആണെങ്കിൽ ഒന്നും ആഡ് ചെയ്യരുത്, ഓഡാണെങ്കിൽ എന്ത് ചെയ്യണം? 1 ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 14.4 എന്ന് വരും. ഓക്കെ അപ്പോൾ ഇത്രയും റൂൾസ് ആണ് ഇതിലുള്ളത്. ഇനി നമുക്ക് എല്ലാ റൂൾസിനെയും ബേസ് ചെയ്ത് എല്ലാ റൂളും വരുന്ന രീതിയിൽ നമുക്ക് പ്രോബ്ലങ്ങൾ ചെയ്തു നോക്കാം. ഓക്കെ അപ്പം ഇത് ഓടും ഈവനും ആവുന്ന കേസ് ഞാൻ പറഞ്ഞു. ഓക്കെ അപ്പോൾ ഇത്രയും റൂൾസ് ആണ് നമുക്ക് റൗണ്ടിങ് ഓഫിലുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് എല്ലാ രീതിയിലും പെട്ട പ്രോബ്ലംസ് തരാൻ പോവാണ്. ഇപ്പോൾ എനിക്ക് റൗണ്ട് ചെയ്യേണ്ട ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് 9.523. ഇതെനിക്ക് റൗണ്ട് ചെയ്യേണ്ടത് 3 ഡിജിറ്റ്സിനാണ്. റൗണ്ട് ഫോർ അത് ക്വസ്റ്റ്യനിൽ തരും കേട്ടോ. റൗണ്ട് ഫോർ 3 ഡിജിറ്റ്സ്. 3 ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 3 വരാൻ പാടുള്ളൂ. ഓക്കെ അപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടത് ഏതാണ്? സ്കിപ്പ് ചെയ്യേണ്ടത് 3 ആണ്. ഓക്കെ 3 എന്ന് പറയുന്നത് 5-ൽ കുറവായതുകൊണ്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഡയറക്റ്റ് സ്കിപ്പ് ചെയ്യാം. അപ്പം 9.52. ഓക്കെ ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത്, ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 10.528 ഇങ്ങനെയാണ് ഒരു നമ്പർ തന്നിട്ടുണ്ട്. ഇത് റൗണ്ട് ഫോർ 4 ഡിജിറ്റ് എന്നാണ് തന്നിട്ടുള്ളത് വിചാരിക്കുക. റൗണ്ട് ഫോർ 4 ഡിജിറ്റ്സ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു വിചാരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ 4 ഡിജിറ്റ് ആണ് വരേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സ്കിപ്പ് ചെയ്യേണ്ടത് 5-ൽ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് 1 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 10.53 ഇതാണ്. ഓക്കെ ഇനി അടുത്ത രീതി നമ്മൾ പഠിച്ചത്, ഇപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. 9.251 ഇത് 2 ഡിജിറ്റ്സിന് റൗണ്ട് ഓഫ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ഡിജിറ്റ്സിന് റൗണ്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൻസറിൽ 2 വരുന്നുള്ളൂ. ഓക്കെ ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടത് 5 ആണെങ്കിൽ 5 കഴിഞ്ഞിട്ടൊരു നോൺ സീറോ നമ്പറാണ് വന്നിട്ടുള്ളത്. ഓക്കെ നോൺ സീറോ നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? ഈ 5-ൽ നിന്ന് 1 ഇങ്ങോട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്താം? 9.3 എന്ന് എഴുതാം. ഓക്കെ ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. 8.350 അതായത് സ്കിപ്പ് ചെയ്യേണ്ട നമ്പർ നമുക്ക് 2 ഡിജിറ്റ്സിനാണ് ഇത് റൗണ്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. 2 ഡിജിറ്റ്സിന്. ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഈ 5 എന്ന് പറയുന്നതാണ് സ്കിപ്പ് ചെയ്യേണ്ടത്. 8.3 നമുക്ക് ആൻസറിൽ വരാൻ പാടുള്ളൂ. അപ്പോൾ 5 സ്കിപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ 5 കഴിഞ്ഞിട്ടൊരു നോൺ സീറോ നമ്പർ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാമായിരുന്നു. ഇവിടെ 5 കഴിഞ്ഞിട്ട് എന്താ വന്നിട്ടുള്ളത്? 0. 5 കഴിഞ്ഞിട്ട് 0 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത് 5-ൻ്റെ മുമ്പുള്ള ലെറ്റർ
5ന്റെ മുമ്പുള്ള നമ്പർ ഓഡാണോ ഈവൻ ആണോ നോക്കണം. അപ്പം 5ന്റെ മുമ്പുള്ള നമ്പർ ഇവിടെ ഓഡാണ്, 3 ആണ്. ഓഡാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം, ഇതിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം, ബാക്കി സ്കിപ്പ് ചെയ്യാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിക്കുക, 9.450 ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് 2 ഡിജിറ്റിന് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ സ്കിപ്പ് ചെയ്യേണ്ടത് നമുക്ക് 5 ആണ്. ഓക്കെ, 5 കഴിഞ്ഞിട്ട് 0 ആണ്. 0 ആണെങ്കിൽ നമ്മൾ 5ന്റെ മുമ്പുള്ള ഡിജിറ്റ് ഏതാന്ന് നോക്കണം. അപ്പോൾ ഇവിടെ ഈവൻ ആണ് കാണുന്നത്. ഈവൻ ആവുമ്പോൾ എന്ത് ചെയ്യരുത്, ഒന്നും ആഡ് ചെയ്യാൻ നിൽക്കരുത്, നമ്മൾ വെറുതെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. സോ 9.4 ആണ് വരിക. സോ ഇത്രയുമാണ് നമ്മുടെ റൗണ്ടിങ് ഓഫിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോബ്ലങ്ങൾ, ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അപ്പം കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. സോ താങ്ക് യു.